ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ആക്ച്വലി റൂമിലേക്ക് എത്തിയതിന് ശേഷം എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം നാളെ രാവിലെ ആദ്യം വരും, അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് അച്ഛൻ പോകുന്നുണ്ട്. അപ്പോൾ അവളെ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ട് വന്നിട്ട് ഇതേന ഒരു ഗ്ലാസ് ചായ എല്ലാം ഇട്ട് കുടിക്കുന്നതാണ് ഈ കാണുന്നത്. അതിനിടയിൽ നേരം വെളുത്തു, ആദ്യം വന്നു, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പുട്ടാണ് കേട്ടോ എടുത്തത്. തലേ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട്, അതുപോലെ ഒരു പഴം. പിന്നെ ആദ്യമാണെങ്കിൽ തന്നെ അതുപോലെ പഴം ഞാൻ അരിഞ്ഞു കൊടുത്തിട്ട്, പഴം വേണ്ട വേണ്ട പറഞ്ഞിട്ട് കുറേ പറഞ്ഞായിരുന്നു കേട്ടോ. പഴം വേണ്ടമ്മേ, ചിക്കനും വേണ്ട പഴവും വേണ്ട, പിന്നെ എന്ത് കൂട്ടി കഴിക്കും എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് അരിഞ്ഞു കൊടുത്ത് അവളുടെ ഒപ്പം ഇരുന്ന് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മിക്കപ്പോഴും അങ്ങനെയാണ്. ഞാൻ അടുത്തുണ്ടെങ്കിൽ അത്രയ്ക്കും ഞാൻ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ മൊത്തം കാണിച്ചു കൂട്ടുന്നത് വേറൊന്നും കൊണ്ടല്ല. അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കാരണം ഭക്ഷണത്തിനോട് വല്ലാത്തൊരു മടിയാണ്, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിനോട്. ഞാൻ നോർമലി ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ളൊരു രീതിയാണ് എൻ്റെത്. അങ്ങനെ ഞാൻ അവളെ കൂടെ ഇരുത്തി കഴിപ്പിക്കുന്നതാണ്. സ്നേഹത്തോടെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് പറയാം കേട്ടോ. ഓരോരോരോ സംഭവങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയാണ് ഇവിടെ ഇരുന്നുണ്ട്. ഇത് ചായയാണ്, പുട്ടാണെന്നുള്ളത് ഒക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നത്. ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ചിക്കനും കൂട്ടി കുഴച്ചിട്ട് ഒന്ന് വായിലൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ടേസ്റ്റ് ഉണ്ട് അമ്മേ, കൊള്ളാം അമ്മേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ചായ വേണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു അര ഗ്ലാസ് ചായ ചോദിക്കലുണ്ട്, പക്ഷെ കുടിക്കലില്ല കേട്ടോ. കുറച്ച് മാത്രം കുടിച്ചിട്ട് ബാക്കി അവിടെ വെച്ചുകൊണ്ട് പോകും. അപ്പോൾ അവൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ബിയർ ഉള്ള മാമ മേടിച്ചു കൊടുത്താണ്. അപ്പോൾ ഇവരെക്കാളൊക്കെ അതിനെ സ്നേഹിക്കുന്നത് ഞാനാണ് കേട്ടോ കൂടുതലും. ഓക്കെ, അങ്ങനെ ഞാൻ അവളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടും കിടന്ന് പരാക്രമം കൊള്ളുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം പുട്ടിന് തന്നെ വേണം പറയാനായിട്ട്, അത്രയ്ക്ക് ഉണക്കപ്പുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കോമഡിയൊക്കെ പറയുന്നത്, എന്നോട് കളിക്കേണ്ട ഉണക്കപ്പുട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി ഞങ്ങൾ കോമഡി പറഞ്ഞ് അത് കഴിക്കാൻ വേണ്ടി നോക്കിയാണ്. അങ്ങനെ കഴിച്ച് അവളെ തമാശയൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ ആദ്യം പ്ലേറ്റ് തീർത്തിട്ടുണ്ട്. ഓക്കെ, എടുക്കണ്ടില്ലേ എൻ്റെ പ്ലേറ്റിൽ കൈയിട്ട് വരുന്നത് കണ്ടില്ലേ? ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ചിക്കൻ എടുത്തിട്ട് കഴിക്കുന്നത്. എനിക്ക് ആക്ച്വലി ചിക്കനോടൊന്നും വലിയ അത്രയ്ക്കും കൂടെ മതിപ്പൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് കഴിക്കുന്നേ ഉള്ളൂ. ഞാനൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ, ഒരൊറ്റ സിംഗിൾ പീസ്, ദ സ്മോളസ്റ്റ് വൺ. ഓക്കെ, എനിക്ക് ആക്ച്വലി ഫിഷിനോടാണ് ഇത്തിരി ഇഷ്ടം കൂടുതൽ. ഫിഷാണ് എനിക്ക് കുറച്ചും കൂടി പ്രിയം ചിക്കനേക്കാളും. ആദ്യം കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അമ്മ ഓരോ വിശേഷങ്ങൾ എന്നോട് വിളിച്ച് പറയാറുണ്ട്, അവൾ പോയതിന് ശേഷമുള്ള വിശേഷങ്ങൾ. അപ്പോൾ അമ്മയുടെ കൂടെ പോകുമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് പോയതാണ്. അങ്ങനെ പോയി ഇവിടെ എന്താ പറയുക, ഫാമിലിയിൽ തന്നെ ഒരു തെയ്യം പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തായാലും പോകും അമ്മയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം തുടങ്ങി പറയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവളിപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ അതിനെല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉണക്കപ്പുട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ച് ഒതുക്കി ഉള്ളിലോട്ട് ആക്കിയതിന് ശേഷം ഞാനൊരു എന്താ പറയുക, നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച്. ഞാൻ കുടിച്ചില്ല കേട്ടോ, കാരണം എനിക്ക് തൊണ്ടയ്ക്ക് ഓൾറെഡി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം മാത്രമാണ് മേടിച്ച് കൊടുത്തത്. എനിക്ക് ആക്ച്വലി ഇഷ്ടമല്ലായിരുന്നു, വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞു അമ്മ എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കുക, അമ്മയും കഴിക്കുക. ഇത് വല്ലാത്തൊരു ബുള്ളറ്റാണല്ലോ ഈ പോയത്, വൃത്തികെട്ട ബുള്ളറ്റ്. ഓക്കെ, അങ്ങനെ ഞാനും അവൾ കുടിച്ചു കഴിഞ്ഞിട്ട് ലേശം ബാക്കി വെച്ചായിരുന്നു. അങ്ങനെ അത് ഞാൻ തീർത്തു. അങ്ങനെ അന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ വീണ്ടും എൻ്റെ ആസ് യൂഷ്വൽ ഡേ തുടരാണ് കേട്ടോ. അപ്പോഴേക്കും ആദ്യമെല്ലാം തെയ്യത്തിന് പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ പോവാണ്, എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ ഓരോ ദിവസവും എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോണ്ടല്ലോ, ആദ്യം ശ്രദ്ധിക്കുന്നത് എൻ്റെ ഡ്രസ്സാണ്. കാരണം ഞാൻ രാവിലെ എണീറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു 70% പെയിൻറ്റിങ്ങിൽ എൻ്റെ ഡ്രസ്സിലാവും. അത് ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടാണ്. 70%. മിക്കപ്പോഴും ഞാൻ വീട്ടിലാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പറയേ വേണ്ട, മൊത്തം എൻ്റെ മേലും കൈയും പിന്നെ നിലത്തും എല്ലാം പെയിൻ്റ് ആയിരിക്കും. അത് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലമാണ്. അപ്പോൾ ഞാൻ
സ്കൂളിലെത്തിയതിന് ശേഷം എനിക്ക് എന്താ പറയുക, മൂകാംബികയിലെ കുറച്ച് പ്രസാദം കിട്ടി കേട്ടോ. ലഡ്ഡു ആണ് കിട്ടിയത്. അങ്ങനെ എനിക്ക് പൊതുവേ സ്വീറ്റ്സിനോട് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി അവിടെ ബാഗിൽ വെച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ അതേന ഇനി ഞാൻ വർക്ക് തുടരാൻ വേണ്ടി പോവാണ്. അതിനിടയിൽ എൻ്റെ മുടിയുടെ കോലോണി കാണുന്നത് കേട്ടോ, നല്ല ഹെയർ ഫോളിംഗ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് കുറച്ച് കുറവുണ്ട്. ഞാൻ അത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എണ്ണയെല്ലാം കാച്ചി പരത്തിയ ആ ഒരു ദിവസങ്ങൾ കഴിഞ്ഞു പോയേട്ടാ. കാരണം ഇപ്പോൾ അത്രയുള്ള ഒരു സാഹചര്യങ്ങളും പിന്നെ അതിൻ്റെതായ മരുന്നുകളൊന്നും ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ള ടൈമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ സാധാ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിക്കുന്നത്. അതിനിടയിൽ ഞാൻ മുടി കുറച്ച് അറ്റം മുറിച്ചതിൻ്റെ സീൻ കണ്ടില്ലേ, ഒന്നും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല ചൂടായത് കൊണ്ട് തന്നെ ഞാൻ മുടി മോളി ചുരുട്ടി ഉണ്ട പോലെ ആക്കിയിട്ട് അവിടെ ഒരു ക്ലിപ്പും കുത്തി അങ്ങോട്ട് വെക്കും. അതിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എപ്രോൺ മേടിച്ചിട്ട് ഞാൻ കെട്ടുന്നുണ്ട്. കാരണം ഇതുവരെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല, 1-2 ദിവസമേ ഇട്ടിട്ടുള്ളൂ. കാരണം അത്രയ്ക്കും ചൂടായതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചേക്കിരുന്നു. പക്ഷേ ഈ ഇട്ട ഡ്രസ്സിൽ പെയിൻറ്റ് പറ്റിക്കേണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ എപ്രോൺ ഇട്ടത്. അതുമാത്രമല്ല എൻ്റെ ഡ്രസ്സിനേക്കാളും കുറച്ചും കൂടി അത് ഷോർട്ടായിട്ടുള്ളൊരു എപ്രോനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പെയിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് വരക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് നമ്മളുടെ വർക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് പാർക്കിൽ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം വന്നത്. വേറൊന്നല്ല, ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കും കൂടി നടക്കുന്നുണ്ട്. അവരിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പാർക്കിലുള്ള വർക്ക് ചെയ്യും. അവരില്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്ന് വർക്ക് ചെയ്യും. കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള വർക്കുകൾ തുടങ്ങി ഒരു 10-11 മണി ആയപ്പോഴേക്കാണ് എനിക്ക് വിളി വന്നത്, അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സോ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പോൾ കുറച്ചും കൂടി വർക്കെല്ലാം പെൻഡിങ് ആണ്. അതെല്ലാം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കോപ്രായങ്ങളൊക്കെ, ഇതെല്ലാം ഇല്ലെങ്കിൽ എന്തല്ലേ ലൈഫ്. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, പുട്ടിൻ്റെ പൊടി കൊണ്ട് പുട്ടുണ്ട ഉണ്ടാക്കിയ സീനാണ്. കടലക്കറി ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ലെങ്കിലും നിർബന്ധിപ്പിച്ച് ഞാൻ എന്നെക്കൊണ്ട് കഴിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്നും അകത്തായിരുന്നു ഇരുന്നുകൊണ്ടായിരുന്നത്. ഇപ്പോൾ അവർ വർക്കേഴ്സ് ഉള്ളതിൻ്റെ ഞാൻ പുറത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇത് പിറ്റേന്നത്തെ സീനാണ്, സൺഡേ സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണനെ കൊണ്ട് മുടി മുറിപ്പിക്കാൻ പോയി. ആക്ച്വലി അവന് മുടി മുറിക്കാൻ എൻ്റെ കൂടെ വരുന്നതാണ് ഇഷ്ടം. കാരണം ഞാനാണ് അവൻ പറഞ്ഞ സ്റ്റൈൽ പിൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നല്ല ഹെയർ സ്റ്റൈൽ കണ്ടുപിടിച്ച് കട്ടാക്കിക്കുന്നത് ഞാനാണ്. പക്ഷെ അവൻ്റെ അച്ഛൻ അങ്ങനെയല്ല, നമുക്ക് മുട്ടയാക്കാമെന്നും പറഞ്ഞിട്ടാണ് പോണത്. അതിൻ്റെ പിറ്റേന്ന് നബുനെ കൊണ്ടിട്ട് ഞാൻ സ്കൂളിൽ പോയത്. അവൾ അവിടെ നിന്ന് ടോയ്സ് എല്ലാം കിട്ടിയപ്പോൾ അവൾ കളിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു വീഡിയോ വീണ്ടും കാണാതെ, ബൈ ബൈ, സീ യു.